യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞു. യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഹാജരാക്കിയപ്പോൾ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് കൂട്ടത്തിലുണ്ട്. ഉഖബത്തിനെ കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, എടാ ഉഖബത്തേ, നീ എന്നെ ചതിച്ചവനല്ലടാ. മുസ്ലിമായതിനു ശേഷമോ നീ തിരിച്ചങ്ങോട്ട് പോയിട്ട് ഉപദ്രവിച്ചവനല്ലടാ. കാരുണ്യത്തിന്റെ പ്രവാചകൻ മാപ്പ് കൊടുക്കുമോ? ഉടനെ തന്നെ ഇറങ്ങുന്ന നസറുൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, വിടിയേ, ഇവരിൽ ഹൈറില്ല, ഇവരെ ഒന്ന് കൊന്നുകളഞ്ഞേക്കൂ. തലവെട്ടി അങ്ങ് കൊന്നുകളയുകയാണ്. മറ്റുള്ള യുദ്ധത്തടവുകാർക്ക് റസൂലുള്ള മാപ്പ് കൊടുക്കുകയാണ്. എഴുത്തും വായനയും തിരിയാത്ത ആളുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു പോകാം. ഷാജം പി തോമസ് എന്ന് പറയുന്ന കത്തോലിക്ക സഭക്കാരനായ ഒരു ചെറുപ്പക്കാരൻ മലയാള മനോരമയിൽ ലേഖനം എഴുതിയപ്പോൾ ഇത് ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നീതി കാണിച്ച ആള് അത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണത്. ആ റസൂലുള്ളാഹി തങ്ങളും നിവൃത്തിയില്ലാതായപ്പോൾ പറയേണ്ടത് പറയുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യൂട്യൂബിൽ തിരിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളാ ഛേദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളതൊന്നു മാത്രം, നിങ്ങൾ ഇരുന്ന് ആക്ഷേപിച്ചോളോ, ഈ കാണുന്ന ജനങ്ങളിലും വർദ്ധിക്കുകയോ ഞങ്ങൾ നെഞ്ചിലേക്ക് ഇരിക്കലാണ്. ഈ ഉമ്മമാരുടെ മനസ്സിന്റെ ഉള്ളിലാണ് നിവേദനീതില് ആറ്റപ്പോയ തങ്ങള്, ഈ ഉപ്പമാരുടെ ഹൃദയത്തിനുള്ളിലാണ്, ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണിയാണ്. അള്ളാഹു ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല എന്നുള്ളതിന്റെ തെളിവാണ്. മറ്റു സമുദായക്കാരെ പോലെ കണ്ണീരെത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട തങ്ങളുണ്ടല്ലോ. ആക്ഷേപങ്ങൾ എത്ര വന്നാലോ, എത്ര ആരോപണങ്ങൾ വന്നാലോ അത് തീരുമാനങ്ങളെ പോലെ സ്വീകരിക്കുകയല്ലാതെ നിങ്ങൾക്കറിയ കണ്ണറിയില്ല. വിമർശിച്ചോളോ, പ്രശ്നമല്ല. ഞങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഏറ്റവും വലിയ മുത്താണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ദീർഘകാലം ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു ആരോഗ്യത്തിലായിക്കൊണ്ട് ദീർഘായുസ്സ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവരും ഈ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും സാധുവായ എനിക്കും ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും വേണ്ടി നിങ്ങൾ കേൾക്കണം. അതുപോലെ ഞങ്ങളും നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.